Today, dear students, today in this class, let us learn about coupling constant. Last class, we learned about the spin-spin coupling of neighboring nuclei, and let us discuss what is meant by coupling constant. Coupling constant is the distance or the magnitude of separation between the peaks in a multiplet arising from spin-spin coupling. Spin-spin coupling causes the spectral lines to split, and the distance between two adjacent subpeaks in split signal is given by coupling constant, which is expressed in Hertz. The distance between two peaks for the resonance of one nucleus split by another is a measure of how strongly the nuclear spins influence each other. J value is same regardless of the applied field strength and the frequency. So always J is expressed in Hertz. The spacing of the peaks within one multiplet is the same as that with the associated coupled multiplet, since spin-spin coupling is seen in it, and the distance is called uh, coupling constant. Coupling constants identifies pair of nuclei that are chemically bonded to each other, and multiplicity identifies the number of protons that are chemically bonded to other nuclei. The magnitude of the coupling constant identifies the coupling partner and the number of hydrogen bonds and the number of intervening bonds and the type of coupled nuclei, etc. കപ്ലിംഗ് കോൺസ്റ്റന്റ് ജെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാവുന്നതാണ്. സ്പിൻ കപ്ലിംഗ് കാരണം ഒരൊറ്റ പീക്കായിട്ട് വരേണ്ടത് പല ജാതി ചെറിയ ചെറിയ പീക്സ് ആയിട്ടായിരിക്കും ഇരിക്കുക. ഇപ്പൊ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ കോർട്ടറ്റ് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. 4 പീക്ക് ഉണ്ട്. ഇവിടെ ട്രിപ്ലറ്റ് ആണ്, 3 പീക്ക് ഉണ്ട്. ഇവിടെ പെൻഡന്റ് ഉണ്ട്, 5 പീക്ക് ഉണ്ട്. അതിൽ ഈ ചെറിയ പീക്സ് തമ്മിലുള്ള ദൂരത്തിനെയാണ് നമ്മൾ കപ്ലിംഗ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. ജെ എന്നാണ് അത് റെപ്രസെന്റ് ചെയ്യണത്. അപ്പൊ ഇവിടെ ഒരു ജെ ഉണ്ട്, അതേ ജെക്ക് ഈക്വലന്റ് ആയിരിക്കും ഈ അകലം, അതേ ജെക്ക് ഈക്വലന്റ് ആയിരിക്കും ഈ അകലം. അപ്പൊ എല്ലാം ജെ വാല്യൂസ് ആണ്. അപ്പൊ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്മോൾ പീക്സ് ഇൻ എ സ്പ്ലിറ്റ് സിഗ്നൽ ഇസ് കോൾഡ് കപ്ലിംഗ് കോൺസ്റ്റന്റ്. ഈ ദൂരത്തിനെയാണ് നമ്മൾ കപ്ലിംഗ് കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ കപ്ലിംഗ് കോൺസ്റ്റന്റ് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് എത്ര ന്യൂക്ലിയായി ഉണ്ടെന്ന് അല്ലെങ്കിൽ എത്ര ന്യൂക്ലിയർ ഇന്ററാക്ട് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാവാൻ പറ്റും. അതാണ് അതിന്റെ ഗുണം. കെമിക്കൽ ബോണ്ടിങ് എന്താന്ന് മനസ്സിലാക്കാൻ പറ്റും. മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിക്കൽ ബോണ്ടിങ് തൊട്ടടുത്ത ന്യൂക്ലിയയിൽ എത്രയുണ്ടെന്ന് അറിയാവുന്നത് പോലെ അതേ ആറ്റത്തിൽ എത്ര ന്യൂക്ലിയായി ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കപ്ലിംഗ് കോൺസ്റ്റന്റ് നമ്മളെ സഹായിക്കും. അപ്പൊ ഇതാണ് ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ജെ ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു അഡ്ജസന്റ് സബ് പീക്സ് ഇൻ എ സ്പ്ലിറ്റ് സിഗ്നൽ. Now let us discuss what is meant by magnetic equivalence. കെമിക്കൽ ഇക്വലൻസ് എന്താണെന്ന് പഠിച്ചായിരുന്നു. കെമിക്കൽ ഇക്വലൻസ് എന്ന് പറയുന്നത് ഒരേ എൻവയൺമെന്റ്, അതായത് ചുറ്റുപാടും സറൗണ്ടിങ്, ഒരു പ്രോട്ടോണിന്റെ സറൗണ്ടിങ് ഒരേപോലെയാണെങ്കിൽ നമ്മൾ അതിനെ കെമിക്കലി ഇക്വലന്റ് ന്യൂക്ലിയായി എന്ന് നമ്മൾ വിളിക്കുമായിരുന്നു അല്ലേ? അത് നമ്മൾ പഠിച്ചതാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ ഒരു പുതിയ ടേം പഠിക്കുകയാണ്, മാഗ്നറ്റിക് ഇക്വലൻസ്. മാഗ്നറ്റിക് ഇക്വലൻസ് എന്താന്ന് നോക്കാം. മാഗ്നറ്റിക് ന്യൂക്ലിയൈ having the same chemical shift and identical coupling constant with regard to coupling with each other nuclei is called a magnetic equivalent. Magnetic equivalent nuclei are always chemically equivalent and couple identically with any other nucleus in the same spin system. അതായത് കെമിക്കൽ ഷിഫ്റ്റ്, രണ്ട് ന്യൂക്ലിയൈ ഉണ്ടെന്ന് വിചാരിക്കുക, കെമിക്കൽ ഷിഫ്റ്റ് സെയിം ആണ്, അത് മാത്രമല്ല കപ്ലിംഗ് കോൺസ്റ്റന്റും സെയിം ആണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ളവരെ വിളിക്കുന്നതാണ് മാഗ്നറ്റിക് ഇക്വലന്റ്. കെമിക്കൽ ഇക്വലന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, കെമിക്കൽ എൻവയൺമെന്റ് സെയിം ആയിട്ടുള്ള എല്ലാ ന്യൂക്ലിയയും നമ്മൾ കെമിക്കലി ഇക്വലന്റ് ന്യൂക്ലിയ എന്ന് വിളിക്കും. മാഗ്നറ്റിക് ഇക്വലൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിക്കൽ ഷിഫ്റ്റ് സെയിം ആയിരിക്കും, പിന്നെ കപ്ലിംഗ് കോൺസ്റ്റന്റും സെയിം ആയിരിക്കും. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ മാഗ്നറ്റിക് ഇക്വലന്റ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നോക്കിക്കേ, സൈക്ലോപ്രൊപ്പൈൻ ആണ്. സൈക്ലോപ്രൊപ്പൈന്
ഇവിടെ ഒരു CH3 ഉണ്ട്, അതിന്റെ സിഗ്നൽ ഉണ്ടാവും. ഇവിടെ അതേപോലെ തന്നെ ഒരു CH3 ഉണ്ട്. ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. 2 ഹൈഡ്രജൻ ആറ്റം കെമിക്കലി ഇക്വലന്റ് ആണെന്ന് നമുക്ക് പറയാം, പക്ഷെ മാഗ്നറ്റിക്കലി അവര് ഇക്വലന്റ് അല്ല. കാരണം പ്രോട്ടോൺ HA എന്ന് പറയുന്നത് ഹാലജന്റെ അതേ സൈഡിലാണ്. അതായത് റിംഗ് ഇതാണ്, ട്രയാങ്കിൾ ആണ്, ട്രയാങ്കിളിന്റെ മുകളിലാണെന്ന് നമുക്ക് പറയാവുന്നതാണ്. പ്രോട്ടോൺ HB എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീഥൈൽ ഗ്രൂപ്പിന്റെ അതേ സൈഡാണ്, താഴേക്കാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ മീഥൈൽ ഗ്രൂപ്പിന്റെ അതേ സൈഡിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും, ഈ HAക്കും HBയുടെയും കെമിക്കൽ ഷിഫ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും. കെമിക്കൽ ഷിഫ്റ്റ് ഡിഫറെന്റ് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇത് കുറച്ചും കൂടെയും ഈ മീഥൈൽ ഗ്രൂപ്പിന് അടുത്താന്ന് നമുക്ക് പറയാവുന്നതാണ്. പക്ഷെ HA എന്ന് പറയുന്നത് ഹാലജന്റെ സൈഡിലാണ്. അപ്പൊ കെമിക്കൽ ഷിഫ്റ്റ് സെയിം അല്ല, അവർക്ക് രണ്ടുപേർക്കും കെമിക്കൽ ഷിഫ്റ്റ് ഡിഫറെന്റ് ആവും. പക്ഷെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കപ്പിൾ ചെയ്യും, എന്നിട്ട് സ്പിൻ സ്പ്ലിറ്റിങ് ചെയ്യും. ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡബ്ലറ്റ് ആക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ HAക്ക് ഒരു ഡബ്ലറ്റ് കാണും, HBക്ക് വേറൊരു ഡബ്ലറ്റ് കാണും. കപ്ലിംഗ് കോൺസ്റ്റന്റും അവരുടെ ഏകദേശം സെയിം വാല്യൂ 5 ഹെർട്സ് ആണ്. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ കപ്ലിംഗ് കോൺസ്റ്റന്റ് ഒക്കെ സെയിം ആയിട്ട് വരുന്നുണ്ടെങ്കിലും കെമിക്കൽ ഷിഫ്റ്റ് ഡിഫറെന്റ് ആയതുകൊണ്ട് നമ്മൾ അവരെ മാഗ്നറ്റിക്കലി ഇക്വലന്റ് എന്ന് വിളിക്കില്ല. Magnetic equivalence means if chemical shift of equivalent nuclei couple equally to other nuclei, then they are called magnetic equivalent. Magnetic equivalent if symmetrically disposed with respect to each nuclei in the spin system. The chemical equivalence coupling constant same ആയിട്ടുള്ളവരെയാണ് നമ്മൾ മാഗ്നറ്റിക് ഇക്വലന്റ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കുറച്ച് NMR സ്പെക്ട്ര കാണാവുന്നതാണ്. ഫസ്റ്റ് ഓർഡർ NMR സ്പെക്ട്രയാണ് നമ്മൾ നോക്കുന്നത്. പ്രോട്ടോൺ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്ര ഓഫ് അസറ്റോൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അസറ്റോൺ അറിയാവുന്ന ഫോർമുല എന്താ? CH3CO CH3 ഒരു കീറ്റോൺ ആണ്. കീറ്റോൺ എന്ന് പറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളതിനെയാണ് അസറ്റോൺ എന്ന് വിളിക്കുന്നത്, പ്രൊപ്പനോൺ എന്നും വിളിക്കും. ഇതിന്റെ NMR സ്പെക്ട്ര കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. CH3 രണ്ട് CH3s ഉണ്ട്, രണ്ടിന്റെ കെമിക്കൽ എൻവയറമെന്റ് സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് ഒറ്റ സിംഗിൾ പീക്കാണ് കിട്ടുള്ളൂ. ആ ഒറ്റ സിംഗിൾ പീക്ക് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഏകദേശം ഈ ഭാഗത്ത് 1ന്റെയും 2ന്റെയും ഇടയ്ക്ക് പീക്കായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ അസറ്റോണിന്റെ CH3 രണ്ട് CH3 സ്പ്ലിറ്റിംഗ് ഒന്നും ഇവിടെ വരുന്നില്ല, കാരണം തൊട്ടടുത്തുള്ള ന്യൂക്ലിയസ് സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരൊറ്റ സിഗ്നലാണ് കാണുള്ളൂ. രണ്ട് CH3 ഗ്രൂപ്പ്സ് ഉണ്ട്, അവരുടെ സിഗ്നലാണ് ഈ കാണിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ppm വാല്യൂസ് അല്ലെങ്കിൽ ഡെൽറ്റ വാല്യൂസ് ആണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഡെൽറ്റ വാല്യൂസ് ആണ് ഈ സ്കെയിലിൽ കാണാവുന്നത്. നമ്മൾ അടുത്ത വേറൊരു കോമ്പൗണ്ട് നമ്മൾ നോക്കുകയാണ്, അസറ്റാൽഡിഹൈഡ്. അസറ്റാൽഡിഹൈഡ് എന്ന് പറഞ്ഞ കോമ്പൗണ്ട് ആണ്. ഇതിന് രണ്ട് തരത്തിലുള്ള പ്രോട്ടോൺസ് ഉണ്ട്, രണ്ട് കെമിക്കലി ഇക്വലന്റ് പ്രോട്ടോൺസ് ഉണ്ട്. ഒന്ന് A സെറ്റ്, അതിൽ 3 എണ്ണം ഉണ്ട്. രണ്ടാമത്തത് B സെറ്റ്, B സെറ്റിൽ ഒരെണ്ണം ഉള്ളൂ. മനസ്സിലാവുണ്ടാവും, ഈ രണ്ട് പ്രോട്ടോൺസും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്യും, കാരണം നെയ്ബറിംഗ് ന്യൂക്ലിയൈ ആണ്. ഈ കാർബണിലാണ് ഈ പ്രോട്ടോണ്, ഈ കാർബണിലാണ് ഈ 3 പ്രോട്ടോൺ. അപ്പൊ എങ്ങനെയായിരിക്കും സ്പ്ലിറ്റിങ്? അങ്ങോട്ടും ഇങ്ങോട്ടാണ് കപ്പിൾ ചെയ്യുന്നത്. അപ്പൊ CH3യുടെ സിഗ്നൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? തൊട്ടടുത്തുള്ള പ്രോട്ടോൺ +1, N+1 എന്നാണ് വരിക. N+1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരെണ്ണാണ് ഉള്ളത്, അപ്പൊ 1+1 ഡബ്ലറ്റ് വരും. നമുക്കൊരു ഡബ്ലറ്റ് കാണാൻ പറ്റും. ആ ഡബ്ലറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, ക്ലിയർ അല്ല എങ്കിലും ഡബ്ലറ്റ് ആയിട്ട് കാണാൻ പറ്റും. 2 ഡബ്ലറ്റുകൾ ഉണ്ട്, 2 പീക്സ്. അപ്പൊ ഇതൊരു ഡബ്ലറ്റ്, CH3 ഗ്രൂപ്പ് ഒരു ഡബ്ലറ്റ് ആയിട്ടാണ് കാണുക. ഇനി വാട്ട് അബൌട്ട് ദിസ് പ്രോട്ടോൺ? B ടൈപ്പ് പ്രോട്ടോൺസ് എന്തായിരിക്കും? തൊട്ടടുത്തുള്ള 3 പ്രോട്ടോൺ ഉണ്ട്, അപ്പൊ 3+1 അപ്പൊ 4 ക്വാർട്ടറ്റ് വരും. ക്വാർട്ടറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും. ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഏകദേശം 10ന്റെ അടുത്ത് വരും. ഈ ഡബ്ലറ്റ് ഉള്ള ഭാഗം എന്ന് പറയുന്നത് ഏകദേശം 2ന്റെ അടുത്ത് വരും. അപ്പൊ ഇവിടെ ഒരു ക്വാർട്ടറ്റും ഇവിടെ ഒരു ഡബ്ലറ്റും നിങ്ങൾക്ക് കാണാവുന്നതാണ്.
എയുടെയും ബിയുടെയും. എയുടെ ആണ് ഡബ്ലറ്റ്, ബിയുടെ ആണ് കോട്ടറ്റ്. Now let us discuss the NMR spectra of aromatic systems. ഇതൊരു aromatic system ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇത് മോളിക്യൂളാണ് ടൊലുവീൻ. This molecule is called toluene. ടൊലുവീൻ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് മൂന്ന് ടൈപ്പ് പ്രോട്ടോൺസ് നമുക്ക് കാണാവുന്നതാണ്. ഒന്ന് ഈ സെറ്റ് എ, CH3യുടെ സെറ്റ്, അതാണ് എ. പിന്നെ HB, ഇത് രണ്ടും കെമിക്കൽ എൻവയൺമെന്റ് സെയിം ആയതുകൊണ്ട് അതിനെ നമ്മൾ ബി എന്ന് റെപ്രസെന്റ് ചെയ്തു. ഇത് രണ്ടും എൻവയൺമെന്റ് സെയിം ആയതുകൊണ്ട് അതിനെ സി എന്ന് റെപ്രസെന്റ് ചെയ്തു. ഇത് ഒറ്റയ്ക്ക് വേറൊരു എൻവയൺമെന്റ് ആണ്, അതുകൊണ്ട് ഡി എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. അതായത് നമുക്ക് നാല് ടൈപ്പ് സെറ്റ്സ് വരുന്നുണ്ട്. എ, ബി, സി, ഡി. അവരുടെയൊക്കെ പീക്സ് നമ്മൾ കാണും. അതെങ്ങനെയാന്ന് നോക്കാം. ആരോമാറ്റിക് സിസ്റ്റത്തിൽ സാധാരണ ഏതൊക്കെ പീക്സ് വരും എന്ന് നോക്കാം. The protons of an aromatic benzenoid ring system show absorption around 7 delta. 7ന്റെ അവിടെയാണ് ആരോമാറ്റിക് സിസ്റ്റത്തിൽ. ആരോമാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിന്റെ പ്രോട്ടോൺസിന്റെ സിഗ്നൽ ഏകദേശം 7ന്റെ അടുത്താണ് വരിക. Because they are largely deshielded on account of the ring current effect. പൈ ഇലക്ട്രോൺസ് ഉള്ള കാരണം നല്ലോണം ഡീഷീൽഡിങ് അവർക്ക് വരുന്നുണ്ട്. Electron withdrawing ring substance like NO2, CN, COH, CO, etc. shift the resonance of the ring protons to still higher delta values or downfield, while electron donating ring substituents like OH, OCH3, NH2, CH3, etc. shift the resonance of the ring protons to lower delta values, that is upfield. The signal due to the aromatic protons can be either a singlet or a multiplet of varying complexity depending upon the nature of the substituent groups. For example, consider methyl benzene or any alkyl benzene. All the ring hydrogens are magnetically not equivalent. There are 3 different kinds of hydrogens on the benzene ring. The 2 ring protons ortho to the methyl group, which is represented as HB, and the 2 ring protons meta to the methyl group, which is represented as HC, and the 1 ring proton para to the methyl group, which is represented as HD. This enables coupling between them, and we have different J values. For ortho hydrogens, J is 7 to 10 Hz. For meta hydrogens, J is 2 to 3 Hz. And for para hydrogens, J is 0 to 1 Hz. The peak for the aromatic protons is a complex multiplet in such cases and a result of overlapping peaks. In toluene, which is methyl benzene, we can see a 3 proton singlet at 2.3 delta, a 5 proton singlet or a multiplet around 7.2 delta, although the protons at the ortho, meta and para positions with respect to substance are not equivalent, they generally give rise to an unsplit absorption signal in 60 MHz spectra. This is probably because the ring current tends to eliminate the chemical shift differences between them so that they become very near equivalent under these conditions. When we record in 60 MHz spectra, but when we record in 300 MHz spectra, the signal becomes a complex multiplet. ഇത് ടൊലുവീന് ശരിക്കും 4 ടൈപ്പ് ടൊലുവീൻ്റെ മനസ്സിലായിരുന്നു. ഇത്
ഒരു ടൈപ്പ് പ്രോട്ടോൺസ്, ബി എന്ന് പറയുന്നത് വേറെ ടൈപ്പ് പ്രോട്ടോൺസ്, സി എന്ന് പറയുന്നത് വേറെ ടൈപ്പ് പ്രോട്ടോൺസ്, ഡി എന്ന് പറഞ്ഞ വേറെ ടൈപ്പ് പ്രോട്ടോൺസ്. പക്ഷെ രണ്ട് സിഗ്നലാണ് സാധാരണയായിട്ട് കാണുള്ളൂ. ഒന്ന് ഈ എ എന്ന് പറഞ്ഞ പ്രോട്ടോൺസിന്റെയും പിന്നെ ബാക്കിയുള്ള റിങ്ങിലുള്ള എല്ലാ പ്രോട്ടോൺസും കൂടെ ഒന്നിച്ച് ഒരു മൾട്ടിപ്ലറ്റ് ആയിട്ട് ഏകദേശം 7 8 ഇടയ്ക്ക് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. എച്ച് ബി ടു എച്ച് ഡി, എച്ച് ബിയും എച്ച് സിയും എച്ച് ഡിയും കൂടെ ഒന്നിച്ച് ഇവിടെ ഒരു മൾട്ടിപ്ലറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. മൾട്ടിപ്ലറ്റ് എന്താ പറയാ റിസോൾവ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എത്ര പീക്കാണ്? 1 2 3 4 5 6 പീക്സോളം കാണാം. അതുകൊണ്ടാണ് മൾട്ടിപ്ലറ്റ് എന്ന് വിളിക്കുന്നത്. അതിനെ മൾട്ടിപ്ലറ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇനി CH3, ഏറ്റവും മുകളിലിരിക്കുന്ന CH3 എ ടൈപ്പ് പ്രോട്ടോൺസ്, അത് ഒറ്റ സിംഗിളറ്റ് ആയിട്ട് നമുക്ക് ഏകദേശം 2ന്റെയും 3ന്റെയും ഇടയിൽ കാണാൻ പറ്റും. പിന്നെ ഇവര് തമ്മിലുള്ള കപ്ലിങ് എന്ന് പറയുന്നത് ആബ്സെന്റ് ആണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ there is an intervening atom here അല്ലെ, അടുത്തടുത്താന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഒരു ഇന്റർവീനിങ് ആയിട്ടുള്ള ഒരു ആറ്റം ഉള്ളത് കാരണം, ഈ ദൂരമുള്ളത് കാരണം they do not couple, അവർക്ക് കപ്പിളിങ് ഇതാണ്. അതുകൊണ്ട് എ ടൈപ്പ് പ്രോട്ടോൺസ് മാത്രം നമുക്ക് 2ന്റെയും 3ന്റെയും ഇടയ്ക്ക് ഒരു സിംഗ്ലറ്റ് തരും. ഇവിടെ ഒരു മൾട്ടിപ്ലറ്റും ഇവിടെ ഒരു സിംഗ്ലറ്റുമാണ് ടോളുവിന്റെ സ്പെക്ട്രത്തിൽ കാണുക. ഈ കാണിച്ചിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ സ്പെക്ട്രം എന്ന് പറയുന്നത് സൈലീന്റെ ആണ്. സൈലീൻ ഫോർമുല പാരാസൈലീൻ ആണ്. സൈലീന്റെ ഫോർമുല ഓർത്ത് നോക്കിയാൽ മനസ്സിലാവും. സൈലീനും ടോളുവീനും തമ്മിലുള്ള ഒരൊറ്റ വ്യത്യാസമുള്ളൂ, ഇത് ടോളുവീനാണ്. ഇവിടെ ഈ എച്ച് ഡി മാറ്റിയിട്ട് ഇവിടെയും ഇതുപോലത്തെ ഒരു CH3 ഗ്രൂപ്പ്, ഇവിടെ ഒരു CH3 ഗ്രൂപ്പും കൂടെ വരുവാണെങ്കിൽ നമ്മൾ അതിനെ പാരാസൈലീൻ എന്ന് പറയും. ആരോമാറ്റിക് റിങ്ങിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ബെൻസീൻ റിങ്ങിന്റെ ഉള്ളിൽ 2 CH3 ഗ്രൂപ്പ്സ് വരുന്നതിനെയാണ് നമ്മൾ സൈലീൻ എന്ന് വിളിക്കുന്നത്. പാര പൊസിഷനിൽ വന്നെങ്കിൽ പാരാസൈലീൻ എന്ന് വിളിക്കും, ഓർത്തോ പൊസിഷനിൽ വന്നെങ്കിൽ ഓർത്തോസൈലീൻ എന്ന് വിളിക്കും, മെറ്റാ പൊസിഷനിൽ വന്നെങ്കിൽ മെറ്റാസൈലീൻ എന്ന് വിളിക്കും. അപ്പൊ ഇത് നമ്മുടെ പാരാസൈലീന്റെ സ്പെക്ട്രയാണ് ഈ കാണിച്ചിരിക്കുന്നത്. പാരാസൈലീൻ ആകുമ്പോൾ നമുക്ക് 2 സെറ്റ് ആണ് വരുന്നുള്ളൂ. 2 സെറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? ഒന്ന് ആരോമാറ്റിക് പ്രോട്ടോൺസ്, റിങ്ങിലുള്ള എല്ലാ പ്രോട്ടോണും കൂടെ ഒന്നിച്ച് ഒരു സിഗ്നൽ. പിന്നെ 2 മീഥൈൽ ഗ്രൂപ്പുകളും ഒരേപോലെ. 2 മീഥൈൽ ഗ്രൂപ്പിനെ നമുക്ക് എ പ്രോട്ടോൺസ് എന്ന് വിളിക്കാം. ബെൻസീൻ റിങ്ങിലുള്ള പ്രോട്ടോൺസിനെ നമുക്ക് ബി ടൈപ്പ് പ്രോട്ടോൺസ് എന്ന് വിളിക്കാം. അപ്പൊ ഇതാണ് 2 പീക്സ് കാണുന്നത്. ഇത് എ പ്രോട്ടോൺസിന്റെ പീക്കാണ്, ഒരൊറ്റ സിംഗ്ലറ്റ് ആണ് എ പ്രോട്ടോൺസിന്റെ. ഇത് ബി പ്രോട്ടോൺസിന്റെ സിംഗ്ലറ്റ് ആണ്. കപ്പിൾ ചെയ്യുന്നില്ല, കാരണം ഞാൻ പറഞ്ഞു, കാരണം ഇന്റർവീനിങ് ആയിട്ട് ഇടയ്ക്ക് ഒരു ആറ്റം ഉള്ളത് കാരണം കപ്പിൾ ചെയ്യാൻ പറ്റില്ല, നെയ്ബറിംഗ് ന്യൂക്ലിയ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഈ എ ടൈപ്പ് പ്രോട്ടോൺസ് 2ന്റെയും 3ന്റെയും ഇടയിൽ വരുമ്പോൾ ബി ടൈപ്പ് പ്രോട്ടോൺസ് 7ന്റെയും 8ന്റെയും ഇടയിലാണ് വരുന്നത്. അതായത് ഡെൽറ്റ വാല്യൂസ് 7ന്റെയും 8ന്റെയും ഇടയിലാണ്, ഇതിന്റെ 2ന്റെയും 3ന്റെയും ഇടയിലാണ്. ഇതാണ് പാരാസൈലീന്റെ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂസ് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ ഒത്തിരി കോമ്പൗണ്ട്സ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, നോക്കി മനസ്സിലാക്കുക. കെമിക്കലി ഇക്വലന്റ് പ്രോട്ടോൺസ് ഏതാന്ന് നോക്കുക, അത്രയും സിഗ്നല് ഉണ്ടോ നോക്കുക. ഇനി സിഗ്നല് സിംഗിൾ ലൈൻ ആയിട്ടാണ് വരുന്നത്, അതോ അങ്ങോട്ടും ഇങ്ങോട്ടും കപ്പിൾ ചെയ്തിട്ട് ട്രിപ്ലറ്റും ഡബ്ലറ്റും ക്വാർട്ടറ്റും ഉണ്ടാവണ്ടോന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, so there are a lot of examples showing NMR spectra of different compounds. Please look into it and understand it. Okay, try to understand it. Okay, thank you.